ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് എക്കണോമിക് പ്രോബ്ലം ആൻഡ് ദ എക്കോണമി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എക്കോണമി, എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം എക്കോണമിക് പ്രോബ്ലം എന്ന് വെച്ചാൽ എക്കോണമിക് പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം റിഗാർഡിംഗ് ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് ആൾട്ടർനേറ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മളുടെ കയ്യിലുള്ള എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതിനെയൊക്കെ എങ്ങനെയൊക്കെ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഗുഡ്സ്, സാധനങ്ങൾ ഉണ്ടാക്കാം, സർവീസ് ചെയ്യാം, അതിന് പറയുന്ന പേരാണ് എക്കോണമിക് പ്രോബ്ലം. നമ്മളുടെ കയ്യിലുള്ള ഒരു സാധനത്തിനെ വെച്ച് നമുക്ക് എങ്ങനെ ഗുഡ്സ്, സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് എക്കോണമിക് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ദ എക്കോണമിക് പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. നമ്മളുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ചാണ് എക്കോണമിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ദ എക്കോണമിക് പ്രോബ്ലംസ് ലൈസ് അറ്റ് ദ റൂട്ട് ഓഫ് ആൾ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമ്മളുടെ പ്രോബ്ലം എന്താണോ എക്കോണമിയിൽ ഫേസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ എക്കോണമിക് പ്രോബ്ലം. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദ ബേസിക് പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം ഓഫ് റിലേറ്റീവ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. നമ്മളുടെ എന്തുവാണോ നമുക്ക് നേരിടുന്ന ക്ഷാമം, അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ചോയ്സസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെ ചോയ്സ് ഉണ്ടോ അതെല്ലാം വെച്ചിട്ടാണ് ബേസിക് എക്കോണമിക് പ്രോബ്ലം നമ്മൾ വിലയിരുത്തുന്നത്. അടുത്തതാണ് നമുക്ക് 3 പ്രോബ്ലംസ് ഓഫ് എക്കോണമി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. നമ്മുടെ 3 എക്കോണമിക് പ്രോബ്ലംസ് ആണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയാണ്. ഇപ്പോൾ ഏത് ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തയാണ് ഹൗ ടു പ്രൊഡ്യൂസ്. അത് എങ്ങനെയായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മെഷീൻസ് വെച്ചാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോ ആൾക്കാരെ വെച്ചിട്ടാണോ, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആണോ, അതോ മെഷീൻ ഇൻറ്റൻസീവ് ടെക്നിക്സ് വെച്ചിട്ടാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു ഗുഡായാലും സർവീസായാലും നമ്മൾ ചെയ്യുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആദ്യമേ നമ്മളുടെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടത്. അപ്പോൾ അത് വലിയവർക്കാണോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അതോ പ്രായമായവർക്ക് വേണ്ടിയിട്ടാണോ, അതോ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പം എക്കോണമി പ്രോബ്ലം 3 ഉള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ ഏത് ഗുഡാണോ സ്കേഴ്സിറ്റി അനുഭവിക്കുന്നത്, ഏത് ഗുഡിനാണോ ക്ഷാമമുള്ളത്, അതെന്താണോ അതിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സാധനമായിരിക്കും, നമുക്ക് സ്കേഴ്സിറ്റി ആയിട്ട് അനുഭവപ്പെടുന്ന ഏത് ഗുഡാണോ അതായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം the firms have to make wise decision on what good service should be produced and determine the quantity to produced. അപ്പം നമ്മൾ എന്ത് സാധനമാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതൊക്കെ നിശ്ചയിക്കുന്നത് വാട്ട് പ്രൊഡ്യൂസിലൂടെയാണ്. അപ്പം വാട്ട് പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ക്ഷാമം അനുഭവിക്കുന്ന ഗുഡ്, ആ ഗുഡായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആദ്യമേ വാട്ട് പ്രൊഡ്യൂസിലൂടെ നമ്മൾ ആദ്യമേ നിശ്ചയിക്കണം. അടുത്തതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് നീഡ്സ് എഫക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് പ്രോസസ്സ്. ഏതൊക്കെ മെത്തേഡിലാണ്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഹൗ ടു പ്രൊഡ്യൂസിലൂടെ നോക്കേണ്ടത്. ഏത് ഗുഡ്സ് ആയിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ചിലപ്പോൾ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡിലൂടെ നമുക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സിലൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം മാനിനെ വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ
മെഷീൻസിനെ വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ, അത് തീരുമാനിക്കുന്നത് ഹൗ ടു പ്രൊഡ്യൂസിലാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എന്തായിരിക്കും ബെറ്റർ, ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ. ഇപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളെങ്കിൽ നമ്മൾ എന്തുമായിരിക്കണം, ഇപ്പം നമുക്ക് പൈസ കുറവാണ്, അപ്പോൾ നമ്മൾ എന്തോ വിചാരിക്കും, ഒത്തിരി ആൾക്കാരെ വെക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ മെഷീൻസിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ സമയവും ലാഭിക്കുക, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പൈസയും, ഒത്തിരി പേർക്ക് ജോലിക്ക് വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ ആവത്തില്ലേ, അപ്പം നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പം ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ യൂസ് ചെയ്യും. അടുത്തതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ദ പ്രോബ്ലം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് റിഫേഴ്സ് ദ സെലക്ഷൻ ഓഫ് ദ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹൂ വിൽ അൾട്ടിമേറ്റ്ലി കൺസ്യൂം ദ ഗുഡ്സ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സാധനം, അവർക്കായിരിക്കും നമ്മൾ എന്തോ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സിൻസ് റിസോഴ്സസ് ആർ സ്കെയർ ഇൻ എവരി എക്കോണമി, നോ സൊസൈറ്റി ക്യാൻ സാറ്റിസ്ഫൈ ആൾ ദ വൺസ് ഓഫ് പ്രോബ്ലം. നമുക്കറിയാം നമ്മുടെ റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ്. അപ്പോൾ എക്കോണമിക്ക് എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരുടെയും ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റുമോ, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും നമ്മളുടെ അവരുടെ നീഡ്സ് നമുക്ക് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നതിലൂടെ നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. ദസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ് എറൈസ്. അപ്പോഴാണ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം വരുന്നത്. വലിയ ആൾക്കാർക്കാണോ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ, അതോ കുട്ടികൾക്കാണോ, അല്ലെങ്കിൽ മുതിർന്നവർക്കാണോ, അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണ് ബേസിക് എക്കോണമിക് പ്രോബ്ലം. അടുത്തതാണ് ടൈപ്സ് ഓഫ് എക്കോണമി. നമ്മളുടെ എക്കോണമി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിൻ്റെ കൺട്രോളിലായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. എക്സാമ്പിളായിട്ട് USA പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. അടുത്തതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ഫുൾ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും, വേറൊരാളുടെ കൺട്രോൾ അതിൽ വരുന്നതില്ല. അതിൻ്റെ എക്സാമ്പിളാണ് USSR, ഇപ്പോഴത്തെ റഷ്യ. അടുത്തതാണ് മിക്സഡ് എക്കോണമി, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ബോത്ത്. ഇപ്പം പബ്ലിക് ആയാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും കൺട്രോള് മിക്സ്ഡ് എക്കോണമിയിൽ വരും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ ഇന്ത്യ. അപ്പം നമ്മൾ നമ്മളുടെ 3 ബേസിക് എക്കോണമിക് പ്രോബ്ലം ഉണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ടൈപ്സ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി. അപ്പോൾ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ആൾ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർഡിപെൻഡൻറ്റ്. നമ്മളുടെ എല്ലാ പ്രോബ്ലംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻ്റർഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻ്റർ റിലേറ്റഡുമാണ്. ദേ അറൈസ് ഫ്രം ദ ഫണ്ടമെൻ്റൽ എക്കോണമിക് പ്രോബ്ലംസ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് മീൻസ് ആൻഡ് മൾട്ടിപ്ലിസിറ്റി ഓഫ് എൻഡ്സ് വിച്ച് ലീഡ് ടു പ്രോബ്ലം ഓഫ് ചോയ്സ് ഓർ എക്കോണമൈസിങ് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ നമ്മളുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എക്കോണമിക് പ്രോബ്ലംസ് എല്ലാം എറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്ഷാമം, സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോഴാണ്. അപ്പം സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ബേസിക് എക്കോണമിക് പ്രോബ്ലം എറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ആൾക്കാരുടെയൊക്കെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.